ആദരണീയനായ നമ്മുടെ അഹങ്കാരമായ പ്രിയപ്പെട്ട മമ്മൂക്കയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ജനാധിപത്യ കേരളത്തിൻ്റെ മുഴുവൻ ജനകീയ വിഷയങ്ങളിലും തൻ്റെ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുള്ള, എന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനായി 2011 ആദ്യമായി നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്കെല്ലാം മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഒരു പാർലമെൻറ്റേറിയൻ, നിയമസഭാ സാമാജികൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ കാര്യങ്ങളെ പഠിച്ച് അവതരിപ്പിക്കണം, എങ്ങനെയാണ് 2016 മുതൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് വായനയുടെ പുതിയൊരു ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്നത്, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ഞങ്ങൾക്ക് മാർഗദർശിയായിട്ടുള്ള, അതിനെല്ലാം ഉപരി വലിയ പ്രതീക്ഷയോടുകൂടി കൊച്ചിയുടെ വളർച്ചയിലും വികസനത്തിലും കൃത്യമായ കാഴ്ചപ്പാടുള്ള, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഒരു റെസ്പോൺസിബിൾ ഓപ്പോസിഷനായി മാത്രമല്ല, ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൽ മുന്നോട്ട് വെച്ച, അത് ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ വലിയ പ്രതിഫലനമാണ് ഈ വലിയ കൂട്ടായ്മ. കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി, പുതിയ തലമുറയുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ ഹൃദയപൂർവ്വം ഈ പൗരാവലിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജില്ലയിൽ നമ്മൾക്കേറെ സന്തോഷമുണ്ട്. 3 മന്ത്രിമാരാണ്, വ്യത്യസ്തങ്ങളാർന്ന മേഖലയിൽ 3 മന്ത്രിമാരാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നാടിൻ്റെ വികസനത്തിന് ഏറെ പ്രയോജനകരമായ, മുൻപ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ആദരണീയനുമായ ബഹുമാനീയനും ആദരണീയനുമായ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിൽ ചാർജ് കൂടി ലഭിച്ച ഒരാളാണ് ഒരു പഞ്ചായത്തിൻ്റെ. അദ്ദേഹം ഒരു ഭരണകർത്താവ് എന്നുള്ള രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബഹുമാന്യനായ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിനെ ഈ നാടിന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ, ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിട്ടെല്ലാം എനിക്ക് വ്യക്തിപരമായ സൗഹൃദവും ബന്ധവുമുണ്ടെങ്കിലും, ഒരു കലാലയത്തിൽ കോളേജ് യൂണിയൻ ചെയർമാനും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും പിന്നീട് അഖിലേന്ത്യാ NSU പ്രസിഡൻ്റായപ്പോഴും എന്നോടൊപ്പം എൻ്റെ ടീമിൽ ചേർന്ന് നിന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന, NSU മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ്, അങ്കമാലിയിൽ നിന്ന് 3ാം തവണ MLA ആയി വിജയിച്ച, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ റോജി M. ജോണിനെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ നാട് ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ മകനും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും, വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ, കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, കളമശ്ശേരിയുടെ ജനപ്രതിനിധി, പ്രിയങ്കരനായ ശ്രീ VE അബ്ദുൽ ഗഫൂറിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. ഈ ജില്ലയിൽ നിന്നുള്ള MLAമാർ, ഞാൻ എല്ലാവരുടെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നതിന് പകരം ഈ ജില്ലയിൽ നിന്നാണെങ്കിലും പാലക്കാടിൻ്റെ MLA ആയിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി, എറണാകുളത്തിൻ്റെ MLA ശ്രീ TJ വിനോദ്, പ്രിയങ്കരിയായ തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ്,
ആലുവ MLA ശ്രീ അൻവർ സാദത്ത്, കുന്നത്തുനാട് MLA ശ്രീ VP സജീന്ദ്രൻ, പ്രിയപ്പെട്ട പെരുമ്പാവൂർ MLA ശ്രീ മനോജ് മൂത്തേടൻ, കൊച്ചി നഗരസഭയുടെ മുൻ മേയറും വൈപ്പിൻ നിയോജകമണ്ഡലം MLAയുമായ ശ്രീ ടോണി ചമ്മണി, ഇവരെല്ലാവരെയും പ്രിയങ്കരനായ ഈ പരിപാടിയുടെ സംഘാടകനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കൊച്ചിയുടെ MLA കൂടിയായ ശ്രീ മുഹമ്മദ് ഷിയാസിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾക്ക് സ്നേഹ ആദരവുകൾ നൽകാൻ പ്രിയപ്പെട്ട തൃപ്പൂണിത്തുറയുടെ MLA ശ്രീ ദീപക് ജോയിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അയൽവാസിയാണ്, നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ പ്രിയങ്കരനായ നടനാണ്. അതിനുപരി എല്ലാ ദിവസവും റീജിയണൽ സ്പോർട്സ് സെൻ്ററിൽ രാവിലെ ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കാൻ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂടിയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ കുഞ്ചാക്കോ ബോബനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പൗരാവലിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മുൻ മന്ത്രി പ്രിയങ്കരനായ ശ്രീ K. ബാബു, മുൻ മന്ത്രി ജില്ലാ UDF കൺവീനറായ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എത്രയും സ്നേഹം നിറഞ്ഞ ജസ്റ്റിസ് നാരായണക്കുറുപ്പ്, എത്രയും ബഹുമാന്യനായ ജസ്റ്റിസ് ഷംസുദ്ദീൻ, ചാവറ കൾച്ചറൽ സെൻ്ററിൻ്റെ ഡയറക്ടർ റവറൻ ഫാദർ അനിൽ ഫിലിപ്പ്, അലിഗഡ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ അസീസർ, കൊച്ചി നഗരസഭയുടെ ആദരണീയായ മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ, പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകനും നമ്മുടെ സ്നേഹിതനുമായ ശ്രീ CR നീലകണ്ഠൻ, പ്രിയപ്പെട്ട ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനും കലാകാരനുമായ ശ്രീ RK ദാമോദരൻ, ഡോക്ടർ TS ജോയ്, റീജിയണൽ സ്പോർട്സ് സെൻ്ററിൻ്റെ ഓണററി സെക്രട്ടറി ശ്രീ SAS നവാസ്,